വിജയുടെ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്നിട്ടുള്ള ഒരു ആക്ഷേപമാണ് അദ്ദേഹം രാഹുൽ ഗാന്ധിയെ അവഹേളിച്ചു എന്നുള്ളത്. നമ്മൾ ആ ഒരു സീനുകളിൽ നമുക്ക് വ്യക്തമാവുന്നത് ടിവിക്കുടെ നേതാക്കന്മാരാരും തന്നെ വലിയൊരു ഗൗനം രാഹുൽ ഗാന്ധിക്ക് നൽകുന്നില്ല. അത് മാത്രമല്ല, ഉയർന്നു കേട്ടത് വന്ദേ മാതരമാണെന്ന്. അവരുടെ ഈ തമിഴ് ഭക്തി ഗാനത്തിന് മുമ്പ്, തമിഴ് ദേശീയ ഗാനത്തിന് മുമ്പ്, അവർക്ക് നമുക്കറിയാലോ പ്രത്യേക തമിഴ് ഗാനമുണ്ട്. അതിനു മുമ്പ് ഉയർന്നു കേട്ടത് വന്ദേ മാതരമാണ് എന്നുള്ളതാണ്. അപ്പോൾ പലരും പറയുന്നത് വിജയ് യഥാർത്ഥത്തിൽ നടപ്പാക്കിയത് മോഡിയുടെ അജണ്ടയാണ്. മോഡിയുടെ അജണ്ട വിജയ് നടപ്പാക്കിയിരിക്കുന്നു, രാഹുൽ ഗാന്ധിയൊക്കെ പുല്ലുവിലയാണ് ഇദ്ദേഹം കൽപ്പിക്കുന്നത് എന്ന്. അതിനെങ്ങനെയാണ് അപ്പോൾ വിലയിരുത്തുന്നത്? ഇതിപ്പോഴേ ഈ നഷ്ടപ്പെട്ടു പോയവർക്ക് എപ്പോഴും രാഹുൽ ഗാന്ധി ഒരു ടാർഗറ്റാണ് ഇവിടെ എല്ലാവർക്കും. അതിന് കാരണം എന്താ? മോഡിയായിട്ട് നേരിട്ട് ഫൈറ്റ് ചെയ്യുന്ന രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധി ഒരു ടാർഗറ്റ് ആവുന്നതിന് കാരണം അതാണ്. ഇപ്പൊ പിണറായി വിജയന് നേരിട്ട് ഫൈറ്റ് ചെയ്ത സതീശൻ ഒരു ടാർഗറ്റ് ആയത് എന്തുകൊണ്ടാണ്? അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞ എപ്പോഴും എതിർക്കുന്നവർ ഒരു ടാർഗറ്റ് ആയിരിക്കും. അത് പോട്ടെ. ഇനി വിജയുടെ ചരിത്രം നമുക്ക് എടുത്താൽ തമിഴ്നാടിന്റെ രാഷ്ട്രീയ ചരിത്രമാണ് മാറ്റി എഴുതപ്പെടാൻ പോകുന്നത്. കാരണം തമിഴ്നാട്ടിൽ ആദ്യമായിട്ടാണ് ഒരു ബഹുകക്ഷി സർക്കാർ വരുന്നത്. ഇതിനു മുമ്പൊക്കെ ഏകകക്ഷി സർക്കാരാണ്. DMK ആയാലും ADMK ആയാലും ഒക്കെ ഏകകക്ഷിയൊക്കെ. അതിന് മുമ്പ് കോൺഗ്രസ് ഉണ്ടായിരുന്ന കാലത്തും ബഹുകക്ഷി സർക്കാർ വന്നിട്ടില്ല. ഏകകക്ഷി സർക്കാർ ചരിത്രത്തിൽ ആദ്യമായി വരുന്നു. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, TVK നേതാവ് വിജയ് യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനിയാണ്. ഇവാഞ്ചലിസ്റ്റ് ക്രിസ്ത്യാനിയാണ്. അയാൾ നാളെ കയറി മോഡിയുടെ പിന്നാലെ പോകുന്നു ഞാൻ വിചാരിക്കുന്നില്ല. അത് നടക്കൂല. കാരണം ഇവാഞ്ചലിസ്റ്റുകളെയൊക്കെ അടിച്ച് തപ്പറൊക്കെയാണ് അവിടെ. ഈ മറ്റേ ഒറീസയിലും ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിലും ഒക്കെ. അതുകൊണ്ട് അത്തരം വാചകങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയില്ല. ഇവിടെ ജാതി മതം ഒന്നുമല്ല വിഷയം.